ക്ലാരിറ്റി അട്രാക്ട്സ് വെൽത്ത്. പണത്തിന് എന്താണ് ഇഷ്ടം? വ്യക്തതയുള്ളവരെ ഇഷ്ടമാണ്, ക്ലാരിറ്റി ഉള്ളവരെ. അപ്പം അവൾ പറയുകയാണ്, അപ്പം നമ്മളൊന്ന് ആലോചിച്ചേ, നമുക്കെപ്പോഴാ കല്യാണം കഴിക്കാൻ പറ്റിയേ? അടിച്ചുകൊണ്ട് വന്നവരുടെ കാര്യമല്ല, വീട്ടുകാർ പറഞ്ഞുറപ്പിച്ച കാര്യത്തെക്കുറിച്ച് ചോദിക്കുക. എപ്പോഴാണ് നമുക്കവളെ പോറ്റാൻ പറ്റും എന്ന് നമ്മുടെ വീട്ടുകാർക്കും നാട്ടുകാർക്കും അവളുടെ വീട്ടുകാർക്കും തോന്നിയപ്പോഴാണ് അവളെ പിടിച്ച് നമ്മുടെ കയ്യിലേക്ക് വെച്ച് തന്നത്. ആണോ? അവർക്ക് എന്തുണ്ടായിരുന്നു? നമ്മളിൽ ക്ലാരിറ്റി ഉണ്ടായിരുന്നു. അപ്പം ഇവൾ എന്നോട് ചോദിക്കുകയാണ്, ആ ഒരു പെൺകുട്ടിയുടെ അച്ഛൻ അല്ലെങ്കിൽ പേരൻസ് എന്താ നോക്കുന്നത്? ഇവൻ സീരിയസ് ആണോ? ഇവൻ ജീവിതത്തിൽ ഉത്തരവാദിത്തമുള്ളവനാണോ? നോക്കുവോ? നമ്മുടെ മോളെ കെട്ടിച്ച് വിടാൻ നേരം നമ്മളിതൊക്കെ നോക്കുവോ? ആണോ? അവൻ ഉത്തരവാദിത്വമുണ്ടോ? അതോ ഇവൻ ഇത് വെറും ഒരു ടൈം പാസ് ആണോ? നമ്മളിപ്പം ഒരാളോട് പ്രണയം അഭ്യർത്ഥിക്കുമ്പോൾ അവൾ തിരിച്ചു ചോദിക്കും, അല്ലേ? നമ്മൾ ചോദിക്കും, ഇതൊരു ടൈം പാസ് ആണോ? ഇത് എത്ര നാളത്തേക്കാണ്? ശരിക്കും എന്നെ കെട്ടാൻ വേണ്ടി തന്നെയാണോ ഈ ചോദിക്കുന്നത്? എങ്കിൽ എങ്ങനെയാണ് നമ്മൾ ജീവിക്കാൻ പോകുന്നത്? നിൻ്റെ വ്യക്തത വരുത്തൂ. എങ്ങനെ നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും? പറയൂ. നമ്മൾ അപ്പം നിന്ന് ബബ്ബ അടിക്കുക, അവൾ നമ്മളിലേക്ക് വരുമോ? അവൾ നമ്മളുടെ പ്രണയം സ്വീകരിക്കുമോ? ഒരു പെണ്ണും വ്യക്തതയില്ലാത്ത ഒരു പയ്യൻ്റെ കൂടെ പോകാൻ തയ്യാറാവില്ല, ക്ലാരിറ്റി ഇല്ലാത്തവൻ്റെ കൂടെ. എന്ന് പറയുന്ന പോലെ നിങ്ങൾക്ക് ഈ പണം എന്തിനു വേണ്ടി എന്ന ക്ലാരിറ്റി ഇല്ലെങ്കിൽ, അവൾ ചോദിക്കുകയാണ്, നിനക്ക് കേവലം ഞാനെന്ന് പറയുന്നത് ഒരു അട്രാക്ഷൻ മാത്രമാണോ? നിനക്ക് ഇപ്പോൾ പെട്ടെന്ന് എന്നോട് തോന്നിയ ഒരു അട്രാക്ഷനാണോ? അതോ ഒരു സ്ട്രോങ് ഡിസയർ, തീവ്രമായ ഒരു ആഗ്രഹം നിനക്കുണ്ടോ? അതോ കേവലം ഒരു ടൈം പാസ് ആണോ? ശരിയാ, 2016 വരെ എനിക്ക് ഈ കാശെന്നൊക്കെ പറയുന്ന ഒരു ടൈം പാസ് മാത്രമായിരുന്നു. എവിടെന്നെങ്കിലും കാശ് കിട്ടും, എവിടെങ്കിലുമൊക്കെ ചിലവാക്കും, എവിടെന്നെങ്കിലും പലിശയ്ക്ക് എടുക്കും, എവിടെങ്കിലുമൊക്കെ തിരിമറി നടത്തും. ഒരു വ്യക്തതയില്ല. ഒരു മാസം എത്ര രൂപ ഉണ്ടാക്കണമെന്നോ, ആ കിട്ടുന്ന സെയിൽസിൻ്റെ അകത്ത് എത്ര രൂപ പ്രോഫിറ്റ് ഉണ്ടെന്നോ, ആ പ്രോഫിറ്റ് എടുത്താണോ ഞാൻ ചിലവാക്കുന്നത്, ഇതൊന്നും എനിക്കൊരു ക്ലാരിറ്റി ഇല്ല. അങ്ങനെ ആദ്യമൊക്കെ ഇവൾ എന്നിലേക്ക് വന്നുകൊണ്ടേയിരുന്നു. പക്ഷേ പതുക്കെ അവൾക്ക് മനസ്സിലായി എനിക്കൊരു ഉത്തരവാദിത്വവും ഇല്ലാത്തവനാണ് എന്ന് മനസ്സിലായപ്പോൾ അവൾ പതുക്കെ എന്നിൽ നിന്ന് പോകാൻ തുടങ്ങി. സോ ടു ഹാവ് മണി യു ഷുഡ് ഹാവ് സ്ട്രോങ് ഡിസയർ. ആ പണത്തിനോട്, ആ പണത്തിൻ്റെ കാര്യത്തിൽ കൃത്യത വേണം, ക്ലാരിറ്റി വേണം. എന്തിന് പണം? എത്ര രൂപ വേണം? അത് എന്തിനൊക്കെയാണ് ഉപയോഗിക്കാൻ പോകുന്നത് എന്ന വ്യക്തത. എങ്കിൽ ഐ വിൽ ബി വിത്ത് യു.